എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പള്ളിവിടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭയങ്കര സന്തോഷത്തിലാണ് സ്വാതിയും അച്ചും ഒക്കെ. കാരണം ഇപ്പൊ തന്നെ വലിയേട്ടൻ വരും, ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ആരതി ഒഴിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല്ലവി. അപ്പോഴേക്കും സ്വാതന്ത്ര്യം അവര് വന്നെന്നാ തോന്നിയെന്ന് പറയാണ്. പൂർണ്ണിമ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടപ്പത്തിന് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നോയിക്കഴിഞ്ഞപ്പോ പൂർണ്ണിമ മാത്രമേ ഉള്ളൂ. അല്ലമ്മേ, വല്യേട്ടൻ വന്നില്ലേന്ന് അച്ചു ചോദിക്കുകയാണ്. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു വന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് പല്ലവി ചോദിച്ചു എന്താമ്മേ, കാരണം ആരതി ഒഴിയാളെ ആരതിക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയമ്മേ, എന്താ സേതുവേണ്ട എന്താ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ പറഞ്ഞവനോട് അവനെന്തോ വരാനായിട്ട് താല്പര്യം ഇല്ലെന്ന്. ഇത് കേട്ടതും പല്ലവിയുടെ എല്ലാവരുടെ മുഖമൊന്നും ഇരുണ്ടും. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു എനിക്കറിയാം അവന്റെ മനസ്സിൽ എന്നോട് ദേഷ്യം കാണും, അതുകൊണ്ടായിരിക്കും. ഒരു പക്ഷെ മോള് ചെന്ന് വിളിച്ചിട്ടുണ്ട് അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോള് ചെന്ന് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം. ഇത് കേട്ടോ പല്ലവരും ഞാൻ ചെന്ന് വിളിച്ചാൽ സേതുവേട്ടൻ വരുമോ, എനിക്ക് ഉറപ്പുണ്ട്. മോള് ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്നുള്ള കാര്യം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയണം. ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു അതെ ചെല്ല് പല്ലവേച്ചി ചെന്ന് വിളിച്ചോണ്ട് വരാൻ പറയണം. അച്ഛവും പറഞ്ഞു ശരിയാ, ഒരു പക്ഷേങ്കില് വല്യേട്ടൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. പല്ലവി ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ പല്ലവി എന്ത് ചെയ്യുവാണ്, അവനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് സേതു കാർക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പല്ലവി ഇരുന്ന്. പല്ലവി വന്ന് ഈ പല്ലവിയുടെ കൈ 2 ബാഗ്. സേതു നോക്കിക്കഴിഞ്ഞപ്പത്തേനും 2 ബാഗ്, ഇതെന്താ ബാഗൊക്കെയായിട്ട് കെട്ടിപ്പറിക്കി അങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് സേതു ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് എന്റെ ബാഗാണല്ലോ എന്ന് പറയും. അതെ സേതുവിന്റെ ബാഗ് തന്നെയാ. ഇതെന്തിനാ നീ എടുത്തോണ്ട് വന്നേ? നമ്മൾ പോവാന്ന് പറയണ. പോവാനോ? എങ്ങോട്ട്? നമ്മൾ പൊന്നുമടത്തിലേക്ക് പോവാ. അതിന് എന്റെ ബാഗ് എടുത്തോണ്ട് നീ എന്തിനാ വരണേന്ന് ചോദിക്കുകയാണ്. പിന്നെ സേതുവേട്ടന്റെ ബാഗല്ലാതെ നാട്ടുകാരുടെ ബാഗ് എടുത്തോണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. സേതുവേണ്ട ഞാൻ പൊന്നുമടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയണം. പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരാൻ പിന്നെ ഇത്രയ്ക്ക് അഹങ്കാരം ജാടയൊന്നും പാടില്ല. പൂർണ്ണിമ ഒന്ന് മര്യാദയ്ക്ക് വിളിച്ചല്ലേ, അപ്പൊ എന്താ പറഞ്ഞേ വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാട ഇട്ടില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ പൂർണ്ണിമ ഒന്ന് വിളിച്ചിട്ട് പോയതിന് ശേഷം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്. എനിക്ക് അത്രമാത്രം മാനസിക വിഷമം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് വരും, നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കാം. അതൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല, ഞാൻ ഉറപ്പ് വരാം, അത് മതിയെ സേതുവേട്ടെന്ന് ചോദിക്കാം. പിന്നെ നീ ഉറപ്പ് വന്ന് പോലും അതിന് നീ ആരാന്ന് ചോദിക്കുകയാണ്. ഈ സമയം പല്ലവി ഓഹോ ഞാൻ ആരെന്നും സേതുവേട്ടൻ മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മനസ്സിലായില്ല, അതിന് ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടൊന്നുമില്ലോ, നീ ഇത്ര അധികാരം കാണിക്കാരെന്ന് പറയാം. താലി ആർത്തുമായിരുന്നെങ്കിൽ നിനക്ക് ഇത്ര അഹങ്കാരം കാണിക്കായിരുന്നു, എന്റെ ബാക്കി എടുത്തോണ്ട് വരായിരുന്നു. ഇത് അതൊന്നും ഇല്ലാതെ ഈ സമയത്ത് പല്ലവി ഇങ്ങനെ ഒരു നിമിഷം സേതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് സേതു പറഞ്ഞു എന്നാ ഉണ്ടാക്കണ ഉരുട്ടി നോക്കണമെന്ന് നിൽക്കാം. ഒന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയം സേതു പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്നുള്ള കാര്യം, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു അതെ ഇത്രയ്ക്ക് വല്ല അഹങ്കാരം ജാടയൊന്നും പാടില്ലെന്ന് പറയണം. അത് കേട്ടതും സേതു പല്ലവിയുടെ അടുത്തേക്കുന്നു. ആ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്കെ പിടിച്ചു. പെട്ടെന്ന് പല്ലവി പറഞ്ഞു സേതുവേട്ടാ ആരെങ്കിലും കാണുന്നു പറയാ. കാണട്ടെ, എനിക്കെന്താ കുഴപ്പം, എന്റെ പെണ്ണിന്റെ കയ്യെ കയറി പിടിച്ചെന്ന് ഓർത്തോണ്ട് ആൾക്കാർ ആര് ചോദിക്കാനാ. സേതുവേട്ടാ ഇത് പബ്ലിക് പ്ലേസാ, ആയിക്കോട്ടെ ഏത് പ്ലേസ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിനെ തന്നിലേക്ക് പിടിച്ച് അടുപ്പിക്കണം. പെട്ടെന്ന് പല്ലവി കുതിറി മാറാനൊക്കെ ശ്രമിച്ചു. ഈ സമയം സേതു പറഞ്ഞു വേണമെങ്കിൽ എനിക്കിപ്പോ ഒരു ഉമ്മ തരാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട പല്ലവി പറഞ്ഞു അഭിമാനമോ, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ അതുള്ളത് കൊണ്ടല്ലേ ഞാൻ പൂർണ്ണിമ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരായിരുന്നേ എന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു അത് കൊള്ളാം, എന്നിട്ട് ഇപ്പൊ ആ അഭിമാനം എവിടെ പോയെന്ന് ചോദിക്കുക. ദേ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് പോയെന്ന് പറയണ. എങ്ങോട്ട്? അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സമയം പല്ലവി അങ്ങോട്ടേക്ക് നോക്കി. പെട്ടെന്ന് സേതു പല്ലവിയുടെ കവളത്തിൽ ഉമ്മ നോക്കുകയാണ്. ഒരു നിമിഷം പല്ലവി ഒന്നും ഞെട്ടിപ്പോയി. ആകെപ്പാടെ ഒരു നാണോ, എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ആരെങ്കിലും കണ്ടോന്നൊക്കെ ചുറ്റും നോക്കുകയാണ് പല്ലവി. ഈ സമയം സേതു ചോദിച്ചു എന്ത് പറ്റി? ഒന്നുമില്ലാന്ന് പറയണം. പല്ലവിയുടെ മുഖത്ത് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു നാണം ഫീൽ ചെയ്യണം. പെട്ടെന്ന് പല്ലവി ബാഗൊക്കെ അങ്ങോട്ട് വണ്ടിക്കകത്തേക്ക് വെച്ചു. പിന്നീട് സേതുവിനെ നോക്കണം. അപ്പൊ സേതു ചോദിച്ചു ഒന്നുകൂടെ വേണോ? എന്ത്? അല്ല ഇപ്പൊ തന്നതെന്ന് അഭിമാനം ഒന്നുകൂടെ വേണോന്ന് ചോദിക്കുക. വേണ്ട വേണ്ടാന്ന് പറയണ. പിന്നീട് അവരുണ്ടായിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഋതുവിന്റെ മുറിയിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ അച്ഛ ചെല്ലുവാണ്. അച്ഛ എന്നിട്ട് ഋതുവിനോട് പറഞ്ഞു അങ്ങനെ ആ സന്തോഷ വാർത്ത നമ്മളെ തേടി എത്തിന്ന് പറയണം. സന്തോഷ വാർത്തയോ? എന്താ? നിനക്ക് നിന്റെ ഭർത്താവിനായിരിക്കും ഓട്ടോറിക്ഷ വാങ്ങി തരാന്ന് പറഞ്ഞോന്ന് ചോദിക്കും. അതൊന്നുമല്ല, ഇത് അതുക്കും മേലെയാന്ന് പറയണ. അതിനും മേലെ? അതെന്താ? വല്യേട്ടൻ ഇങ്ങോട്ട് വരാൻ പോവോ? അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൂർത്തിയായെന്ന് പറയണ. അതെന്താ?
നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഋതു എന്ന് ചോദിക്കും. പിന്നെ ഇഷ്ടപ്പെടാൻ ഒരു വല്യേട്ടൻ വന്നിരിക്കുന്ന പോലും അയാളെക്കുറിച്ച് പറയുന്ന പോലെ എനിക്ക് ദേഷ്യമെന്ന് പറയണം. പിന്നെയാണ് അയാള് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറയണം. അതെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ സഹിച്ചോളാൻ പറയണം. വല്യേട്ടൻ എന്താളും പൊന്നുമടത്തിലേക്ക് വരും. അതെ, പല്ലവി വെച്ച് കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ അവൾക്കൊരു സംശയം. പെട്ടെന്ന് ഋതി ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ പോയി വിളിച്ചിട്ട് വരാത്ത സേതു എങ്ങനെ ഈ പറയുന്ന പല്ലവി വിളിച്ചാ വരുമോന്ന് ചോദിക്കുക. അതൊക്കെ കണ്ടോ, ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ. ഋതുവിന് കട്ടക്കലിപ്പായിപ്പോയി. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ കാർ അങ്ങോട്ട് വന്ന് നിന്നു. അതിനകത്തുനിന്ന് സേതുവും പല്ലവിയും കൂടെ ഇറങ്ങുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ അകത്തേക്ക് പെട്ടെന്ന് എല്ലുവാണ്. പൂർണിമ അച്ചു സാധി എല്ലാരും കൂടെ ആരതിയൊക്കെ എടുത്തോണ്ട് വന്നു. അങ്ങനെ അകത്തേക്ക് അവരും കൂടെ കയറി വരാനായിട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ രണ്ടുപേരും കൂടെ ആരതി ഒഴിയാണ്. ഈ കാഴ്ച കണ്ടോണ്ട് വന്ന ഋതു പറഞ്ഞു, ഹോ എന്തിനാ നാദസ്വരം കൂടെ വേണ്ടതായിരുന്നു പറയണം. ഇത് കേട്ടപ്പം അച്ചു ശാന്തന, അല്ല നാദസ്വരംകാരുടെ കയ്യിൽ 2 നിലവിളൊക്കെ കൊടുത്ത് അവരെയും കൂടെ വിളിക്കായിരുന്നു, ഇവരെ അനയിച്ച് അകത്തേക്ക് കയറ്റാനായിട്ടെന്ന് പറയാം. അസൂയ അല്ലേ? സ്വാതി പറഞ്ഞു, ഈ അസൂയക്ക് ഒരു മരുന്നുമില്ല ചേച്ചി എന്ന് പറയാം. പിന്നെ എന്നു മുതലാ നീ വലിയേട്ടന്റെ സ്വന്തം ആളായത്, ഒന്നും മിണ്ടാതെ പൊക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വാതിന് ചീത്ത പറയണം. പക്ഷെ സ്വാതി വിട്ടുകൊടുത്തില്ല. അവളും തിരിച്ചു പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് പൂർണ്ണി പറഞ്ഞു, ഇപ്പോഴെനിക്ക് സന്തോഷമായത്, ഇനി ഒന്നും പേടിക്കാനില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് പിന്നെ അമ്മേ, അല്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന് സേതു ചോദിക്കുക. അതെന്തിനാ മോനെ അങ്ങനെ പറഞ്ഞേ? അല്ല അമ്മ വന്ന് വിളിച്ചിട്ട് ഞാൻ വന്നില്ലല്ലോ അതുകൊണ്ട്. ആര് വന്ന് വിളിച്ചിട്ടാലും കുഴപ്പമില്ല, മോനിങ്ങോട്ട് വന്നല്ലോ, അതല്ലേ നമ്മുടെ ലക്ഷ്യം, അത് മാത്രം മതി, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയണം. വന്നുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കും മാധവേട്ടന് സന്തോഷം ഉണ്ടായിരിക്കുക മോൻ ഇങ്ങോട്ട് വന്നാല്. അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മാധവേട്ടന് ആത്മാവിന് പോലും ശാന്തി കിട്ടില്ലായിരുന്നു പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കട്ടക്കലിപ്പോടുകൂടി ഋതു അരികെ നിൽക്കുകയാണ്. ഋതുവിന് ഒട്ടും സഹിക്കുന്നില്ല. സേതുവിനെ അങ്ങോട്ട് പൊക്കുന്നേ. പിന്നീട് പൂർണ്ണം പറഞ്ഞു, നീ ഇവിടെ ഉണ്ടാവണം, ഈ പൊന്നുമടത്തിലെ ആളായിട്ട്, എങ്കിൽ മാത്രമേ ഈ പൊന്നുമടത്തിലെ ഉയർച്ചയ്ക്ക് കാരണം ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ നീ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെന്ന് പറയണം. സേതു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേന്ന് പറയണം. എനിക്കറിയണം മോനെ, ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം എങ്ങനെയൊക്കെ പൂർണ്ണിമ അറിയണം. ആ സമയം സേതു പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ അമ്മയോട് പറയാണ്ടെന്ന് പറയും. എന്താ? അല്ല ശ്രീഹരിനെയും കൂടെ അമ്മ മരുമോനായിട്ട് അംഗീകരിക്കണം എന്ന് പറയണം. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അത് പിന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ നടത്താൻ പറ്റുന്ന കാര്യമാണ് നിൽക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല എനിക്ക് അച്ചു മാത്രമല്ലോ, വേറെ 2 പെൺകുട്ടികളും കൂടെ ഉണ്ടല്ലോ മക്കളായിട്ട്. ഇത് കേട്ടപ്പോ സേതുവിന് കാര്യം മനസ്സിലായി. സേതു പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇനിയിപ്പൊ അവരെങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ല, അതല്ലേ അമ്മ ഉദ്ദേശിച്ചേ, സാരമില്ല അമ്മയെന്ന് പറയണം. ഈ സമയം പല്ലവി പറഞ്ഞു, എനിക്കറിയാം പൂർണ്ണിമയുടെ വിഷമം എനിക്കും അറിയാമെന്ന് പറയണം. പൂർണ്ണിമ പറഞ്ഞു, എന്റെ മനസ്സിൽ ശ്രീഹരി ഉണ്ടെന്ന് പറയണം, അവനെ അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടുമെന്ന് പറയണം. പിന്നെ തൽക്കാലത്തേക്ക് അവനോട് ഈ കാര്യമൊന്നും പറയാൻ പോകണമെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു. ശ്രീഹരിക്ക് സേതുവിനെ കണ്ടപ്പോഴത്തേന് സന്തോഷമായി. സേതുവിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേന് കട്ടക്കലിപ്പോട് കൂടിയിട്ട് ഋതു നിൽക്കുകയാണ്. ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത്. കാരണം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ സേതുവും കൂടെ തിരികെ വരിക എന്ന് പറഞ്ഞാലും. പിന്നീട് സേതു മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് പല ബാഗെല്ലാം കൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതെ, ഇനിയെങ്കിലും ഇവിടെ സ്വസ്ഥത സമാധാനത്തോടെ കഴിയണം, ഇറങ്ങിപ്പോയിട്ടാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല തിരിച്ചു വിളിക്കാൻ വരാനെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ സേതു ചിരിക്കുക. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അതാരാ? അതൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും സ്വാതി അങ്ങോട്ടേക്ക് കയറി വരുവാണ്. അതെന്താ? സ്വാതിനെ കണ്ടിട്ട് നീ ഒരാളെന്ന് പറഞ്ഞ അത് പിന്നെ സ്വാതിക്ക് ഇങ്ങോട്ട് വരാൻ മടിയായിട്ടാ. വല്യേട്ടനെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു ബുദ്ധിമുട്ട്, എന്തിനാ എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്, ഇങ്ങോട്ട് കയറി വരാൻ പറയണം. അങ്ങനെ സ്വാതി അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴത്തേനും സേതു എന്ന് സ്വാതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്ത് പറ്റി സ്വാതിന്ന് ചോദിക്കണം. ഈ സമയം പല്ലവി പറഞ്ഞു, അതെ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അയക്കുക, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. സ്വാതി പറഞ്ഞു, എന്നോട് വല്യേട്ടൻ ക്ഷമിക്കണമെന്ന് പറയണം. എന്തിന്? അതിന് ക്ഷമിക്കേണ്ട തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ടൻ പറഞ്ഞു, ഇല്ല ഞാൻ തെറ്റ് ചെയ്തു, മുമ്പ് എറണാകുളത്ത് വെച്ച, പിന്നീട് ഇപ്പം, പക്ഷെ ഞാൻ വല്യേട്ടൻ പറയുന്നൊന്നും അനുസരിച്ചില്ല, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ചോദിക്കണം. സാരമില്ല മോളെ, ജീവിതത്തിൽ ഇങ്ങനെ തെറ്റുകൾ പറ്റാത്തതായിട്ട് ആരുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം. നിന്റെ ചേച്ചിയുടെ കാര്യം തന്നെ നിർത്തി വയ്ക്കേ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഇഷ്ടപ്പെട്ടില്ല, പക്ഷേങ്കിൽ അധികം വൈകാതെ കണ്ടോ അവള് എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പറയണം. അതെനിക്കറിയാം. റിച്ചു ചേച്ചി വല്യേട്ടന്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയും, വല്യേട്ടനെ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പറയണം. പിന്നീട് സ്വാതി പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് ആ ഇന്ദ്രനോടൊപ്പം ചേർന്ന് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറയണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ട്രാപ്പിപ്പെടുത്തുമായിരുന്നു പറയണം. പിന്നീട് സ്വാതിയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഓടി വരുവാണ്. ഇന്ദ്രൻ തന്നെ കൊണ്ടുപോയതും കടൽത്തിരത്തേക്ക് കൊണ്ടുപോയതായ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വല്യേട്ടനും പല്ലവേച്ചിയും കൂടെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും ഇപ്പൊ കാണത്തില്ലായിരുന്നൊക്കെ പറയണം. ഇത് കേട്ട സേതു ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്.
സ്വാധീനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.